വീരാളിപ്പട്ടിൻ്റെ ഡിസൈന് വേണ്ടിയിട്ട് സ്കാലറ്റ് ലേക്ക് മാത്രം, ഇതാണ് സ്കാലറ്റ് ലേക്ക്. 394 ക്യാമല നമ്പർ. ഓക്കെ, അത് ഇന്നലെ നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം ഡെപ്തിൽ എടുക്കുക. ഇന്നലെ എങ്ങനെയാണോ നിങ്ങൾ ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് എടുത്തത് അതുപോലെ തന്നെ എടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ വീരാളിപ്പട്ടിൻ്റെ ഉള്ളിലെ ഡിസൈൻ. ചതുരം, 2 വാല് ഇങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിൽ ഇവിടെ ബ്ലാക്കാണ് വരുന്നത്. ബ്ലാക്കിൽ നമ്മൾ ആദ്യം റെഡ് അടിക്കണം. ഇവിടെ യെല്ലോ. ഇതിൻ്റെ സെൻറ്ററിലൊരു പ്ലസ് ഒഴിച്ചിട്ടിട്ട് ബാക്കി ഈ 4 കോർണറും റെഡ് ചെയ്യണം. വീരാളിപ്പട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യണം. ഞാനൊരു സിമ്പിളായിട്ടൊരു ഡിസൈൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇതാ നടുവിൽ പ്ലസ് ഇട്ടു. ഇതുപോലെ എല്ലാം ആദ്യം ചെയ്തെടുക്കുക. ഈ 4 കോർണറിലെ ഭാഗങ്ങൾ ഓക്കെ. ഇങ്ങനെ എല്ലാ ഭാഗവും 4 കോർണറും റെഡ് ചെയ്യാം. ആദ്യം വീരാളിപ്പട്ടിൻ്റെ എല്ലാ ഭാഗവും ഞാൻ അതുപോലെ കോർണർ ഭാഗം മാത്രം ചെയ്തു. ഇവിടെ യെല്ലോ ഇങ്ങനെ പ്ലസ് വെച്ചു. ഇനി ബാക്കിയുള്ള ഏരിയ എല്ലാം റെഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഓൾറെഡി നമ്മളെടുത്ത റെഡിലേക്ക് അല്പം വെള്ളം മിക്സ് ചെയ്തിട്ട് ഈ ഡെപ്ത് കൊടുക്കുന്നില്ല, ഈ ഡെപ്തേ ഉള്ളൂ. നോക്കൂ, ഈ ഡെപ്തേ കൊടുക്കുന്നുള്ളൂ. ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ചിത്രത്തിലെല്ലാം വേണമല്ലോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണ് ഷെയ്ഡിങ് വരുന്നതെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഡെപ്ത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഡെപ്ത് ഇതില്ല. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ഏരിയയിലും ഫില്ല് ചെയ്തെടുക്കണം. നമ്മൾ ഓൾറെഡി പ്ലസ് ഇട്ട ഭാഗം ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇതും ചെയ്യരുത്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ ഏരിയയും ഇതുപോലെ റെഡ് ഫില്ല് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ബാക്കി വരുന്ന ഏരിയകളെല്ലാം കുറച്ച് ലൈറ്റായിട്ട് സ്കാലറ്റിലേക്ക് തന്നെ അടിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത് ഒഴിച്ചിട്ട ഭാഗം പ്ലസ് ആയിട്ട് യെല്ലോടെ കിടക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് നമ്മുടെ റെഡ് അടിക്കേണ്ടത് ചെമ്പക പുഷ്പയില്. അത് നിങ്ങൾ ഓൾറെഡി ആദ്യം എടുത്ത് ആ റെഡ് കുറച്ച് ഡെപ്തുള്ള ടോണാണ് എടുത്തോളൂ. അല്ലെങ്കിൽ ലൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഈ റെഡ് വരുന്ന ഇതളുകളുണ്ടല്ലോ, ആദ്യം ഒരു റെഡ് മൊത്തത്തിൽ അടിച്ചിടണം. കൂടുതൽ ഡെപ്ത് വേണ്ട, ഒരു മീഡിയം ടോണിൽ ഇങ്ങനെ അടിച്ചിടണം. ഓക്കെ, ഇത് വെർമില്യൻ വേണേൽ അടിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബോക്സിൽ വെർമില്യൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്കാലറ്റിലേക്ക് തന്നെ എടുത്ത് കാണിക്കുന്നത്. ഒരുപാട് ഡെപ്ത് കാണിക്കേണ്ട, എന്നാൽ കുഴപ്പമില്ലാത്തൊരു മീഡിയം. നിങ്ങൾ ആദ്യം എടുത്ത ഷെയ്ഡിങ് ടോൺ ഉണ്ടല്ലോ, വേണമെങ്കിൽ അല്പം വെള്ളം അതിലേക്ക് ചേർക്കാം. വെച്ച പെയിൻറ്റ് നന്നായിട്ട് വടിച്ചെടുക്കണം കേട്ടോ. എവിടെയും പെയിൻറ്റ് ഇങ്ങനെ തളം കെട്ടി നിൽക്കാൻ പാടില്ല. ഇത്രയും ഇതളുകൾ റെഡ് ചെയ്യണം, ഓപ്പോസിറ്റ് സൈഡും ചെയ്യണം. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് മുടിയുടെ ഭാഗം, ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതെല്ലാം റെഡ് ചെയ്യണം. അത് ഏതൊരുണ്ടായാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഷെയ്ഡിങ് ടോണോ അല്ലെങ്കിൽ സ്കാലറ്റോ അതും ഇതുപോലെ ചെയ്തെടുക്കുക. മൊത്തത്തിൽ റെഡ് ചെയ്തെടുക്കുക.
ഇത്രയും ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുടിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ഇനിയിപ്പോൾ അല്പം ഫിനിഷിംഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ബ്ലാക്ക് വരുന്നതാണ്. പിന്നെ ഈ പൂവിൻ്റെ ഇതിലുള്ള ഇവിടെ നമുക്ക് വെർമില്യൻ ആണ് സാധാ അടിക്കാറ്. ഇപ്പം നിങ്ങളുടെ ബോക്സിൽ വെർമില്യൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കാർലറ്റ് അടിച്ചു എന്നേ ഉള്ളൂ. ഇനി അതല്ല യെല്ലോ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ഷെയ്ഡിങ്, റെഡ് ഷെയ്ഡിങ്ങും അങ്ങനെയും ചെയ്യാറുണ്ട്. അതല്ല ഇതിന് പൂവിൻ്റെ ഇതിൽ യെല്ലോ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് റെഡ് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒരു ഓറഞ്ച് ഫീലും, റെഡ് ആദ്യം ബേസ് കൊടുത്തിട്ട് പിന്നീട് റെഡ് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒരു റെഡ് ഇതളിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും. അത്രയേ ഉള്ളൂ. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യണം.